ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഓഫ് റിജിഡ് ബോഡി റൊട്ടേഷൻ ആണ്. അതായത് നമ്മളൊരു റിജിഡ് ബോഡിയെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്വന്തം ആക്സിസിൽ സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതേസമയം മറ്റ് ഡയറക്ഷൻസിൽ ആംഗുലർ മൊമെൻറ്റം ഡെവലപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വോബിൾ ചെയ്യും, അൺസ്റ്റേബിൾ ആവും. അത് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അതേസമയം നമ്മൾ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റ് ആക്സിസുകളിൽ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു പെർട്ടർബേഷൻ ഡെവലപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പെർട്ടർബേഷൻ ഗ്രോ ചെയ്യുമോ, അതോ ആ പെർട്ടർബേഷൻ ഗ്രോ ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ആടി ഉലഞ്ഞ് ആ ബോഡി സ്മൂത്തായിട്ട് തന്നെ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓയിലേഴ്സ് ഇക്വേഷൻസ് ആൻഡ് ഇന്റർമീഡിയറ്റ് ആക്സിസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഫോർ ഗെറ്റിംഗ് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് ഓഫ് എ റിജിഡ് ബോഡി റൊട്ടേറ്റർ. ഇപ്പോൾ ഒരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ഗവേൺ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണിത്. പ്രൊവൈഡഡ് ദിസ് ഈസ് എ ടോർക്ക് ഫ്രീ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി റൊട്ടേറ്റ് ചെയ്ത് വിടുന്നു, മറ്റ് ടോർക്കുകളൊന്നും എക്സ്റ്റേണൽ ടോർക്കുകളൊന്നും ബോഡിയിൽ അപ്ലൈ ചെയ്യാതെ ഫ്രീ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കീ കൺസെപ്റ്റ് ഒന്ന് ഓയിലേഴ്സ് ഇക്വേഷൻസ് ഫോർ റിജിഡ് ബോഡി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ലീനിയർ പെർട്ടർബേഷൻ തിയറി നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് മറ്റൊരു ആക്സിസിലേക്ക് നമ്മളൊരു പെർട്ടർബേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ആ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നോക്കും. ദെൻ ഫൈനലി ഇന്റർമീഡിയറ്റ് ആക്സിസ് തിയറം അല്ലെങ്കിൽ ടെന്നീസ് റാക്കറ്റ് തിയറം എന്നറിയപ്പെടും. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഓയിലേഴ്സ് ഇക്വേഷൻസ്. ഓക്കെ, ഓയിലേഴ്സ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിജിഡ് ബോഡി മറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ഇല്ലാണ്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് നോ എക്സ്റ്റേണൽ ടോർക്ക്. ദെൻ അതിന്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് ഓയിലേഴ്സ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ഓയിലർ ഇക്വേഷനാണിത്. I1 എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഫസ്റ്റ് ആക്സിസ്, നമുക്ക് അതിനെ എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. I1 ω1 ഡോട്ട്, അതായത് ആംഗുലർ വെലോസിറ്റിയുടെ ചേഞ്ച്. I1 ആൽഫയാണ്, ആൽഫയെ നമ്മൾ ω1 ഡോട്ട് എന്ന് എഴുതുന്നു, മൈനസ് I2 മൈനസ് I3 ω2 ω3 ഈക്വൽ ടു 0. ഈ ഇക്വേഷന്റെ സിമെട്രി നിങ്ങൾ നോക്കുക. I1 ω1 ഡോട്ട് അല്ലേ, മൈനസ് I1 ω1 വന്നു കഴിഞ്ഞാൽ I2 മൈനസ് I3 ആയിരിക്കും അടുത്തത്. ω2 മൈനസ് ω3 അതിനെ പ്രോഡക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. I2 ω2 ഡോട്ട് മൈനസ് എന്തായിരിക്കും? I2 വന്നു കഴിഞ്ഞാൽ I3 I1, ഈ രീതി ഫോളോ ചെയ്യുക. I1 I2 I3 എന്ന് വീണ്ടും I1 നിന്ന് I2, I2 നിന്ന് I3, I3 നിന്ന് I1. അപ്പൊ ഇവിടെ I2 ω2 വന്നു കഴിഞ്ഞാൽ I2 നിന്ന് പോകേണ്ട അങ്ങോട്ടാണ് I3യിലേക്ക് അല്ലെ. I3 മൈനസ് I1, ഇവിടെ ഏതാണോ വരുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആംഗുലർ വെലോസിറ്റി ω3 ω1 0. അതാണ് സെക്കൻഡ് ഓയിലർ ഇക്വേഷൻ. ഓക്കെ, സിമിലർലി തേർഡ് ഓയിലർ ഇക്വേഷൻ എന്തായിരിക്കും? I3 ω3 ഡോട്ട് മൈനസ് I3 ആണ് വന്നത്. I3 വന്നു കഴിഞ്ഞാൽ അടുത്ത ടേം എന്താണ്? I1 മൈനസ് I1 കഴിഞ്ഞാൽ I2, I1 മൈനസ് I2 ω1 ω2. സോ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഓയിലേഴ്സ് ഇക്വേഷൻ ഫോർ എ ടോർക്ക് ഫ്രീ സിറ്റുവേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഒരെണ്ണം പഠിച്ചാൽ മതി. ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെന്ന് പറയുന്നത് ബോഡി റൊട്ടേറ്റിംഗ് അബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഫസ്റ്റ് ആക്സിസ് നമ്മൾ വിളിക്കും. ഇത് റൊട്ടേറ്റിംഗ് അബൌട്ട് വൈ ആക്സിസ് ഓർ സെക്കൻഡ് ആക്സിസ്. ദിസ് ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇസഡ് ആക്സിസ് ഓർ തേർഡ് ആക്സിസ്. ഓക്കെ, ഇവിടെയുള്ള കമ്പോണന്റുകൾ I1 I2 I3 പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ആൻഡ് ω1 ω2 ω3 ആംഗുലർ വെലോസിറ്റി അലോങ് ദാറ്റ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇതാണ് ഓയിലേഴ്സ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ബേസിസ്. ഇതിനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആക്സിസ് ചൂസ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് ഏത് ആക്സിസിലാണോ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിൽ നിന്ന് മറ്റ് ആക്സിസുകൾ, ഇപ്പോൾ ഒന്നാമത്തെ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടിലും മൂന്നിലും ബോഡി റൊട്ടേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ.
ആ സാധ്യതയാണ് നമ്മൾ പെർട്ടർബേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിനെയാണ് നമ്മൾ മെയിൻ ആക്സിസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ രണ്ടിലും മൂന്നിലും നമ്മൾ പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യണം. നമുക്ക് നോക്കാം. മാത്തമെറ്റിക്കലി നമ്മൾ എടുക്കുന്നു സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേഷൻ അബൌട്ട് ആക്സിസ് 1 എക്സ് ആക്സിസിലേക്ക് എടുക്കുകയാണ്. ആൻഡ് വി ആർ അപ്ലൈയിങ് എ ടൈനി പെർട്ടർബേഷൻ ഓൺ ദി അതർ ആക്സിസ്. അപ്പോൾ I1 ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ആക്സിസിൽ ബോഡി റൊട്ടേറ്റ് ചെയ്യും. 2ഉം 3ഉം ആക്സിസുകളിൽ ബോഡി റൊട്ടേറ്റ് ചെയ്യപ്പെടാൻ ഒരു പെർട്ടർബേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. I1 റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി, ഇപ്പോൾ ഇത് 3 ആക്സിസുകളായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ആക്സിസ് ആണെങ്കിൽ ഇവിടെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്ന ആംഗുലർ വെലോസിറ്റിയാണ് ω1. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ബോർഡ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഏത്? ഫസ്റ്റ് ആക്സിസ്. ആ ആംഗുലർ വെലോസിറ്റിയാണ് ω, ആൻഡ് ബോഡി കീപ്സ് ഓൺ റൊട്ടേറ്റിംഗ് വിത്ത് സെയിം ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആംഗുലർ വെലോസിറ്റിയെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് ω എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ആംഗുലർ വെലോസിറ്റി ഡു നോട്ട് ചേഞ്ചസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല, അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ആക്സിസ്, ആ ആക്സിസിനെ ബേസ് ചെയ്ത് ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. എന്നാൽ മറ്റ് ആക്സിസുകളെ ബേസ് ചെയ്ത് ആംഗുലർ വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ബിക്കോസ് വി ആർ അപ്ലൈയിങ് ടൈനി പെർട്ടർബേഷൻ. നോക്കാം, മറ്റ് ആക്സിസ് ω2 I2, അതായത് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ആംഗുലർ വെലോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ എടുക്കുന്നു. അതുപോലെ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടും ഒരു ചെറിയ ആംഗുലർ വെലോസിറ്റി ε3 ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ എടുക്കുന്നു. ഓർമ്മിക്കുക, ω2 we took ε2 and ω3 is ε3. They are small perturbations, small angular velocities. Okay. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ അസംഷൻ ഈ ആൾക്കാര് സ്മോൾ ആണ് ആൻഡ് ദിസ് വൺ ഈസ് എ കോൺസ്റ്റന്റ്. അതായത് ω1t എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ω1 ഡോട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ω2 ഡോട്ട് എന്ന് പറയുന്നത് ε2 ഡോട്ട് ആയിരിക്കും. ω3 ഡോട്ട് എന്ന് പറയുന്നത് ε3 ഡോട്ട് ആയിരിക്കും. അതായത് സ്മോൾ പെർട്ടർബേഷൻ ആണ്, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ പ്രിൻസിപ്പൽ ആക്സിസിൽ മാത്രം എന്തില്ല? ചേഞ്ച് ഇല്ല. ആ ആക്സിസിനെ ബേസ് ചെയ്ത് ബോഡി സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടീഷൻ. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരു പെർട്ടർബേഷൻ കൊടുക്കുന്നു ഒരു ആക്സിസിലേക്ക്. അത് ഏത് ആക്സിസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തത് ഫസ്റ്റ് ആക്സിസ്. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലീനിയറൈസേഷൻ കൊടുക്കുക. അതായത് ഓയിലേഴ്സ് ഇക്വേഷനിലേക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഓയിലർ ഇക്വേഷൻ എന്താണ്? I1 ω1 ഡോട്ട് മൈനസ് I2 മൈനസ് I3 ω2 ω3 അല്ലേ? ദിസ് ഈക്വൽ ടു 0. നമ്മുടെ ഈ കണ്ടീഷൻ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ω1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ω ആൻഡ് ω1 ഡോട്ട് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ഈ ടേം വാനിഷ് ആയി പോവും ω1 ഡോട്ട് 0 ആയതുകൊണ്ട്. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ പ്രോഡക്റ്റ് ടൈമാണ്. നമുക്കറിയാം ω2 ഈസ് ε2, ω3 ഈസ് ε3. ഇത് രണ്ടും ചെറിയ ടൈം ആയതുകൊണ്ട് അവരുടെ പ്രോഡക്റ്റും വളരെ സ്മോൾ ആണെന്ന് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ എന്തില്ല? കിട്ടുന്നില്ല. ഓക്കെ, ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി 0. ദെൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ നോക്കുക. I2 ω2 ഡോട്ട് മൈനസ് I2 എന്നാൽ I3 മൈനസ് I1 ω3 ω1 ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ കണ്ടു ω2 ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ε2 ഡോട്ട് ആണ്. ആൻഡ് ω3 ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ε3 ഡോട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. I2 ω2 ഡോട്ട് എന്ന് പറഞ്ഞാൽ ε2 ഡോട്ട് ആണ് മൈനസ് I3 മൈനസ് I1 ഇൻറ്റു ω3 എന്ന് പറഞ്ഞാൽ ε3, ω1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ω ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് ε2 നമ്മളൊന്ന് മാറ്റി എഴുതുക. ε2 ഡോട്ട് ഈക്വൽ ടു ഈ ടൈമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. I3 മൈനസ് I1 ബൈ I2 ഇൻറ്റു ω3. ഇതാണ് ε2ന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി തേർഡ് ഓയിലർ ഇക്വേഷൻ നമ്മൾ എഴുതുക. തേർഡ് ഓയിലർ ഇക്വേഷൻ എന്താണ്? I3 ω3 ഡോട്ട്
മൈനസ് I1 മൈനസ് I2 ω1 ω2 ഈക്വൽ ടു 0. ഈ കണ്ടീഷൻസ് എല്ലാം ഇതിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I3 ω3 ഡോട്ട് എന്ന് പറഞ്ഞാൽ ε3 ഡോട്ട് ആണ്. ദിസ് ഇസ് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. ഈക്വൽ ടു I1 മൈനസ് I2 ഇൻറ്റു ω1 ω2. ω1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ω2 എന്ന് പറഞ്ഞാൽ ε2. ഇതിൽ നിന്ന് ε3 ഡോട്ട് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I1 മൈനസ് I2 ഇൻറ്റു ω ε2/I3. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, ε2ഉം ഡോട്ടും ε3 ഡോട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ വി ഗോട്ട് ω1 ഡോട്ട് ഈസ് 0. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ ലീനിയർ ഇക്വേഷൻസ്, അതായത് നമ്മുടെ പെർട്ടർബേഷൻ കണ്ടീഷൻ ഓയിലർ ഇക്വേഷനിലേക്ക് കൊടുത്തപ്പോൾ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് കിട്ടിയത് ω1 ഡോട്ട് 0 എന്നാണ്, അതായത് ω1 കോൺസ്റ്റന്റ്. ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് കിട്ടിയ റിലേഷൻ ഇതാണ്. നമ്മൾ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി, ε2 ഡോട്ടിന് നമ്മൾ മാറ്റി എഴുതിയായിരുന്നു. ആൻഡ് ഇക്വേഷൻ 3ൽ നിന്ന് കിട്ടിയ റിലേഷൻ ഇതാണ്. ദെൻ കപ്പിൾഡ് ആയിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്തു. ε2 ഡോട്ടും ε1 ഡോട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി അനാലിസിസ് ആണ് അടുത്ത ചെയ്യുന്നത്. സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, ഈ ഇക്വേഷനെ ഞാൻ ഒന്ന് വിത്ത് റെസ്പെക്ട്, നിങ്ങൾ നോക്കുക, ഇതൊരു കപ്പിൾഡ് ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു വഴിയുണ്ട്, ഈ ε2 ഡോട്ടിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ ε3 ഡോട്ട് വരും. വന്നതിന് ശേഷം ഈ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, മതി. ആദ്യം ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ε2 ഡബിൾ പ്രൈം, ε2 പ്രൈം ആണ് താ നിൽക്കുന്നത്, ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യും ε2 ഡബിൾ പ്രൈം ഈക്വൽ ടു I3 മൈനസ് I1 ബൈ I2 ഇൻറ്റു ε3 ഡോട്ട് എന്ന് വരും. ഈ ε3 ഡോട്ടിന്റെ വാല്യൂ ഇതാവുണ്ട്, അവിടേക്ക് പ്ലഗ് ഇൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദാ ഈ ഇക്വേഷൻ കിട്ടും. ε3 ഡോട്ടിന്റെ ഇക്വേഷൻ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ε3 ഡോട്ട് എന്ന് പറഞ്ഞാൽ I1 മൈനസ് I2 ബൈ I3 ഇൻറ്റു ω2 ആണ്. അതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇതാണ്. സോ ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. ഞാൻ ഇതിനൊന്ന് സ്ലൈറ്റ്ലി റീഅറേഞ്ച് ചെയ്യുകയാണ്. ε2 ഡബിൾ പ്രൈം ഈക്വൽ ടു, ഞാൻ എല്ലാം I1 മൈനസ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പൊ നോക്കുക, ഈ ഫസ്റ്റ് ടൈമിന് ഞാൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ I1 മൈനസ് I3, ഓക്കെ, ആൻഡ് I1 മൈനസ് I2, ω ഇൻറ്റു ω ഈസ് ω സ്ക്വയർ ε2 ബൈ I2 I3 ഇങ്ങനെ എഴുതി. ഇതാണ് നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേം. ഓക്കെ, ഇത്രയും ടേമിന് ഞാൻ ഇത്രയും ഈ നെഗറ്റീവ് ഓഫ് ദിസ് ആ ടൈമിന് ഞാൻ ഒരു കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യാണ്, വിച്ച് ഈസ് കോൾഡ് കെ. ഓക്കെ, അപ്പൊ കെ എന്ന് പറയുന്ന ടേം എന്താണ്? കെ ഈസ് നത്തിങ് ബട്ട് മൈനസ് I1 മൈനസ് I3 അല്ല പ്ലസ്, ഈ നെഗറ്റീവ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ കേക്ക് എടുക്കുന്നത്. പുൾ ദിസ് ഗൈ ഔട്ട് സൈഡ്. ഞാൻ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നത്. സോ ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ε2 ഡബിൾ പ്രൈം, ഈ നെഗറ്റീവ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് കെ ഇൻറ്റു ε2 ഈക്വൽ ടു 0. ഇവിടെ കെ എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ I1 മൈനസ് I3 ഇൻറ്റു I1 മൈനസ് I2 ബൈ I2 I3 ω സ്ക്വയർ. ഈ ടേമാണ് കെ. ഇതാണ് നമ്മുടെ മാസ്റ്റർ ടേം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മാസ്റ്റർ ഇക്വേഷൻ ഇതാണ്. ε ഡബിൾ പ്രൈം ഡോട്ട് പ്ലസ് കെ ε2 ഈക്വൽ ടു 0. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇത്രയും സംശയമില്ലല്ലോ. ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനും എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയാനും നമുക്കറിയാം. ഈ ε2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടർബേഷൻ ആണ് അല്ലേ. അതായത് ബോഡി ഒരു ആക്സിസിൽ കറക്കുമ്പോൾ മറ്റൊരു ഡയറക്ഷനിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട പെർട്ടർബേഷൻ, ആംഗുലർ വെലോസിറ്റിയാണ് ഈ ε2. ആ ആംഗുലർ വെലോസിറ്റിയുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യുന്നതാണോ ഡീകേ ചെയ്യുന്നതാണോ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ε2 ഡബിൾ പ്രൈം
പ്ലസ് കെ എപ്സിലോൺ 2 ഈക്വൽ ടു 0. നിങ്ങൾക്ക് എപ്സിലോൺ 3യുടെ ടേമിന് വേണമെങ്കിലും ഇത് എഴുതാം. ഞാൻ തൽക്കാലം ഇത് എടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ബോഡി സ്റ്റേബിൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ. നമ്മൾ പറയുകയാണ് കണ്ടീഷൻ റൊട്ടേഷൻ ഓഫ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓർ റൊട്ടേഷൻ ആക്സിസ് ഈസ് മാക്സിമം ആക്സിസ് ഓർ മിനിമം ആക്സിസ്. അതായത് ഒരു ബോർഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പല ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പല മൊമെന്റ് ഓഫ് ഇനർഷ്യകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ആക്സിസുകളുടെ പ്രത്യേകത, ആ ആക്സിസുകൾ ഒന്നുകിൽ മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് ആയിരിക്കാം. അതായത് ഒരു ബോർഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് വഴിയോ അല്ലെങ്കിൽ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിസ് വഴിയോ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോവാണ്. വി ആർ അസ്യൂമിങ് ഫസ്റ്റ് I1 മാക്സിമം ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിസ് ആണ് I1 എന്ന് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് I1 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കെ എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും കെ എന്ന് പറഞ്ഞ എന്താണ്? കെ ഈസ് I1 മൈനസ് I3 ഇൻറ്റു I1 മൈനസ് I2 ഡിവൈഡഡ് ബൈ I2 I3 ഒമേഗ സ്ക്വയർ. ഇങ്ങനെ വരുന്നത് അല്ലേ? ഇവിടെ നോക്കുക, I1 ആണ് മാക്സിമം എങ്കിൽ I1 മൈനസ് I3 0ക്കാളും കൂടുതലായിരിക്കും, I1 മൈനസ് I2 0ക്കാളും കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോൺസ്റ്റന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? കോൺസ്റ്റന്റ് പോസിറ്റീവ് ആയാൽ എപ്സിലോൺ ഡബിൾ പ്രൈം പ്ലസ് കെ എപ്സിലോൺ 2 ഈക്വൽ ടു 0. ഇതറിയാം നമുക്ക്, ഡി സ്ക്വയർ പ്ലസ് കെ ഡി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഡി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എന്നാ വരുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈനസോഡൽ സൊല്യൂഷൻസ് ആയിരിക്കും. ആ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഇനി I1 മിനിമം ആണെങ്കിലോ? I1 മിനിമം ആണെങ്കിൽ I1 മൈനസ് I3 എടുക്കുമ്പം അത് ലെസ് ദാൻ 0 ആയിരിക്കും, I1 മൈനസ് I2 എടുക്കുമ്പം ലെസ് ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിലും കെ പോസിറ്റീവ് ആയിട്ട് തന്നെ വരും. കെ പോസിറ്റീവ് ആയാൽ ഈ കണ്ടീഷൻ തന്നെ വീണ്ടും വരും. അതായത് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസോ അല്ലെങ്കിൽ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിസോ ആണെങ്കിൽ അവിടെ സ്റ്റേബിൾ റൊട്ടേഷൻ നടക്കും. അതാണ് അതിനർത്ഥം. ഓക്കെ, so this is a physical outcome. This equation, once you solve, you get epsilon 2 equal to some a e raised to I kt plus b e raised to minus I kt. അല്ലെങ്കിൽ സൈനസോഡൽ രീതിയിലും നമുക്ക് അത് എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. സം സൊല്യൂഷൻ ലൈക്ക് ദിസ് സൈനസോഡൽ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ബോഡി സ്റ്റേബിൾ ആയിരിക്കും. അതായത് നമ്മൾ ഒരു ആക്സിസ് വഴി ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റൊരു ആക്സിസിൽ പെർട്ടർബേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത ആക്സിസ് ഏതാ? ഫസ്റ്റ് ആക്സിസ്. അത് എന്താണെന്ന് പറയുന്നു? മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് അല്ലെങ്കിൽ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മറ്റ് ആക്സിസുകളിൽ ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ടായാലും അതെന്ത് ചെയ്യില്ല? ഗ്രോ ചെയ്യില്ല. ദാറ്റ് സിംപ്ലി വോബിൾ ആൻഡ് ഓസിലേറ്റ്സ്. പക്ഷെ അത് ഗ്രോ ചെയ്ത് ആ സിസ്റ്റത്തിനെ ഫ്ലിപ്പ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസുകളെ സ്റ്റേബിൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എപ്പോഴാണ് അൺസ്റ്റേബിൾ ആവണേ നോക്കണ്ടേ? നോക്കാം. കേസ് 2, അൺസ്റ്റേബിൾ റൊട്ടേഷൻ. ഇവിടെ നമ്മൾ എടുക്കുകയാണ് ഇന്റർമീഡിയറ്റ് ആക്സിസിലാണ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ റൊട്ടേഷൻ ആക്സിസിനെ I1 എന്ന് എടുത്തു നേരത്തെ. റൊട്ടേഷൻ ആക്സിസ് I1 ആണ്. ആ I1 മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മറ്റ് ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇടയ്ക്കാണ്. മാക്സിമം അല്ല, മിനിമം അല്ല. I1 എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആക്സിസ് ആണ്. ഓക്കെ, അതായത് ഒരു ബോഡിയെ ഒരു ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്യുന്നു, ആ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ മാക്സിമം അല്ല, മിനിമം അല്ല, അതിനിടയ്ക്കാണ്. ഇനി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കെയുടെ ഇക്വേഷൻ വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. I1 മൈനസ് I2 ഒമേഗ സ്ക്വയർ ബൈ I2 I3. ഇതാണ് ഈ ടേം എന്തായിരിക്കും? I1 മൈനസ് I3. ഇവിടെ I1 മൈനസ് I2. I2നെക്കാളും I1 കൂടുതലാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിട്ട് വരും. അതേസമയം I1 മൈനസ് I3 എടുക്കുമ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴോ ടോട്ടൽ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കെയുടെ വാല്യൂ എന്ത് വരും? നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, കെ നെഗറ്റീവ് ആയിട്ട് വന്നാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? എപ്സിലോൺ പ്രൈം ഡബിൾ ഡോട്ട് മൈനസ് കെ
എപ്സിലോൺ 2 ഈക്വൽ ടു 0. അതായത് ഡി സ്ക്വയർ മൈനസ് കെ ഈക്വൽ ടു 0. അങ്ങനെ ആ രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ ഈ രീതിയിലാണ് ആ സൊല്യൂഷൻ പോകുന്നത്. അതായത് എപ്സിലോൺ 2 നമ്മൾ എഴുതി കഴിഞ്ഞാൽ എ ഇ റേസ് ടു റൂട്ട് കെ ടി പ്ലസ് ബി ഇ റേസ് ടു റൂട്ട് കെ ടി എന്നായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. അതായത് അത് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യാണ്, ഗ്രോ ചെയ്യാണ്. ഇവിടെ കെ ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് ഫിസിക്കൽ ഔട്ട്കം ഇതാണ്. നമ്മൾ സൊല്യൂഷനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബിക്കം ദിസ് ആൻഡ് കൺക്ലൂഷൻ ഈസ് ദ പെർട്ടർബേഷൻ ഗ്രോസ് എക്സ്പോണൻഷ്യലി ആൻഡ് ഓബ്ജക്റ്റ് ഈസ് അൺസ്റ്റേബിൾ ദാറ്റ് ടംബിൾസ് ഓർ ഫ്ലിപ്പ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ആക്സിസ് വഴി ബോഡി റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ മറ്റ് ആക്സിസുകളിലും ആ ആംഗുലർ വെലോസിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടാം. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ആക്സിസിൽ മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല, മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ല ആ ബോഡിയുടെ, ആൻഡ് ഇന്റർമീഡിയറ്റ് ആക്സിസ് ആണെങ്കിൽ മറ്റ് ആക്സിസുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആ പെർട്ടർബേഷൻസ് ഗ്രോ ചെയ്യും, എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത് ആ ബോഡി എന്ത് ചെയ്യും, ഫ്ലിപ്പ് ചെയ്യും. അതായത് ആ റൊട്ടേഷൻ എന്തായിരിക്കത്തില്ല, സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ദാറ്റ് ലീഡ്സ് ടു അൺസ്റ്റേബിൾ റൊട്ടേഷൻ. അൺസ്റ്റേബിൾ റൊട്ടേഷൻസിലേക്ക് അത് നയിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി സമ്മറി ആൻഡ് ഫൈനലി ടെന്നീസ് റാക്കറ്റ് തിയറം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോഴത്തേക്കും അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, I2 I1. ഇപ്പോൾ നമ്മൾ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത് മാക്സിമം ആക്സിസിലോ മിനിമം ആക്സിസിലോ. സപ്പോസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് I1 എന്ന് പറയുന്നത് മാക്സിമം ആക്സിസ്. അതായത് ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ലോങ് ആക്സിസ് ഏതാണ്, ഇതൊരു ആക്സിസ് ആണ്. മറ്റൊരു ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ. ഈ രണ്ട് ആക്സിസ് വഴിയാണ് ഈ ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. മേജർ ആക്സിസ് ഐ മാക്സ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ മിനിമം ആണെങ്കിൽ മൈനർ ആക്സിസ് എന്ന് വിളിക്കും. അപ്പോഴും ബോഡി സ്റ്റേബിൾ ആയിരിക്കും. അതേസമയം ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു തിക്നെസ് ഇല്ലേ, തിക്നെസ് ഞാൻ ഈ വരച്ച ആക്സിസ് ഒന്ന് ലോങ് ആക്സിസും ഒന്ന് ഈ റാക്കറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുമാണ്. അതേസമയം എന്താ ഈ തിക്നെസിന്റെ ഒരു കണ്ടല്ലോ, ഒരു ചെറിയ തിക്നെസ്, ആ ആക്സിസ് വഴിയാണ് നമ്മൾ ഇങ്ങനെ ബോഡി എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. ആ റൊട്ടേഷൻ ഗ്രാജുവലി പെർട്ടർബേഷൻസ് ആയിട്ട് ഗ്രോ ചെയ്ത് ബോഡി അൺസ്റ്റേബിൾ മൊമെന്റിലേക്ക് പോകും. റിയൽ വേൾഡിൽ വളരെ സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ബോക്സോ എടുത്തിട്ട് ഇത് മേജർ ആക്സിസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇത് മറ്റേ രണ്ടാമത്തെ ആക്സിസ് ആണ്, ഷോർട്ട് ആക്സിസ് ആണ്, ഇതുവഴി ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതേസമയം തിക്നെസ് ഉണ്ടല്ലോ, ഈ ആക്സിസ് വഴി നമ്മൾ ബോഡി റൊട്ടേറ്റ് ചെയ്യിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ ഫ്ലിപ്പിംഗിലേക്ക് പോകും. ഈസി ആയിട്ട് ബോഡി റൊട്ടേറ്റ് ചെയ്യില്ല. ഗ്രാജുവലി അത് ഫ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Okay, even though perturbations is very small, gradually that leads to unstable rotation. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. മാക്സിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കും. മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്താലും സ്റ്റേബിൾ ആയിരിക്കും. ഇഫ് ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ഇന്റർമീഡിയറ്റ് ആക്സിസ്, ഇതാണ് കണ്ടീഷൻ എങ്കിൽ, ഇന്റർമീഡിയറ്റ് ആക്സിസ് വഴിയാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ ബോഡി എന്തിലേക്ക് പോകും, unstable, and the perturbation grows exponentially and the body will flip. Okay, ഇത്രയേ ഉള്ളൂ ഡൈനാമിക്സ് ഓഫ് റിജിഡ് ബോഡി റൊട്ടേഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.